ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നാശത്തിലേക്ക് ചരിക്കുന്നവർ. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 3-ാം തിരുലിഖിതം, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് മാത്രമാണ്. ഞാനും എൻ്റെ കുടുംബവും നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എൻ്റെ അന്തരംഗം, എൻ്റെ ചിന്താഗതികൾ, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവിതം, ഇന്ന് ഈ യാത്ര ഇത് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു യാത്രയാണോ? ഇതിനെക്കുറിച്ച് ഈ നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം, കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി വചനം കേട്ടപ്പോൾ എങ്ങനെ കർത്താവ് കുടുംബങ്ങളെ രക്ഷിച്ചു, കുടുംബങ്ങളെ അനുഗ്രഹിച്ചു, കുടുംബങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സിൻഷ. ഞങ്ങൾ ചമ്പക്കര സെൻറ്റ് ജെയിംസ് ഇടവകയിൽ നിന്നും വരുന്നു. ദൈവം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ വലിയൊരു അത്ഭുതം സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞാൻ ഒരു BSc നേഴ്സാണ്. കഴിഞ്ഞ 2.5 വർഷത്തോളമായിട്ട് ഞാൻ IELTS എക്സാമിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 6 പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയെങ്കിലും നിസ്സാരമായ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോ തവണയും പരാജയപ്പെടുന്നത് എൻ്റെ മനസ്സിനെ ഒത്തിരിയധികം വേദനിപ്പിച്ചിരുന്നു. അങ്ങനെ 6ാമത്തെ തവണ റിസൾട്ട് വന്നപ്പോൾ ഇനി ഒരിക്കലും ഞാൻ ഈ എക്സാം എഴുതില്ല എന്ന് ഞാൻ ഉറച്ച് തീരുമാനിച്ചിരുന്നു. എൻ്റെ ദൈവമേ, അത്രയും മനസ്സിന് വേദനയായി. ഈ 6ാമത്തെ തവണയും തോറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിഷമം അറിയില്ല, പഠിക്കുമ്പോഴേ ഇവരറിയുള്ളൂ എൻ്റെ വിഷമം അറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചിട്ട് റിസൾട്ട് കണ്ടില്ലെങ്കിൽ അതുപോലെ വിഷമം ഇനി വേറെ ഇല്ല. അതേമാതിരിയാണ് ഈ സഹോദരി. അതുപോലെ 6ാമത്തെ തവണയും ജയിച്ചിട്ടില്ലെന്ന് കണ്ടപ്പം മനസ്സിടിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരു കാര്യവും പഠിക്കണില്ല എന്നങ്ങോട്ട് തീരുമാനം. അങ്ങനെ എനിക്ക് പരീക്ഷ വേണ്ട, ഞാൻ എഴുതാൻ പോകണില്ലെന്ന് അങ്ങോട്ട് വിചാരിച്ച്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു തവണ ഭർത്താവ് ഒരു നല്ല ഭർത്താവ്, അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമുള്ള, അദ്ദേഹം പറഞ്ഞ് സാരമില്ല, ജീവിതമല്ലേ, എപ്പോഴും വിചാരിക്കണോട് നടക്കുക. ഇത് നമ്മുടെ ഓണത്തപ്പൻ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ മാവേലിയുടെ നാടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കണ പോലെ നടക്കാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഭർത്താവ് ജീവിതത്തിൻ്റെ പ്രത്യാശ പകർന്നു കൊടുത്ത് അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്നിട്ട് അങ്ങനെ ഒരു തവണ കൂടി എക്സാം എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ സമയത്ത് എൻ്റെ അമ്മ ഞങ്ങളോട് വട്ടായിലച്ഛനെ പോയി കണ്ട് ഈ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇത് ഉറപ്പായും നടക്കുമെന്ന് പറഞ്ഞു. ആ സമയത്തായിരുന്നു ആലപ്പുഴയിലെ അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നത്. ആലപ്പുഴ അഭിഷേകാഗ്നി ഗംഭീരമായ ഈ വല്ലാർപാട് അഭിഷേകാഗ്നി പോലെ ആലപ്പുഴ അഭിഷേകാഗ്നി, അവിടേക്ക് ഇതാ കർത്താവ് ഇവരെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അവിടെ ചെന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെയും ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, 7 ആഴ്ച മുടങ്ങാതെ ഞായറാഴ്ച രാത്രി 8:30 ശാലോം ടെലിവിഷനിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കുക, എല്ലാ തടസ്സങ്ങളും ദൈവം മാറ്റിത്തരുമെന്ന്. ഞങ്ങൾ അതനുസരിച്ചു ആ ആഴ്ച മുതൽ മുടങ്ങാതെ അഭിഷേകാഗ്നി കണ്ടു. ഈ നിയോഗം വെച്ച് കരഞ്ഞു വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ജൂൺ മാസം 7-ാം തീയതിയാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയത്. ഞാൻ എക്സാം എഴുതിയെങ്കിലും പതിവിലും വിപരീതമായിട്ട് എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ദൈവമേ, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. അതുവരെ 6 നല്ല എളുപ്പത്തിൽ എഴുതിയതാണ്, അതൊക്കെ തോറ്റു. അപ്പോൾ ഈ കഠിനമായ ബുദ്ധിമുട്ടിൻ്റെ വിഷയം വന്നിട്ട് ഞാൻ എഴുതിയേക്കുന്നതിലും വെച്ച് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നെങ്കിലും ഞാൻ ദൈവത്തിലുള്ള പ്രത്യാശ കൈവിട്ടില്ല. ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എക്സാം കഴിഞ്ഞ് 13 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. ഈ 13 ദിവസവും ഞാൻ യൂട്യൂബിൽ കഴിഞ്ഞു പോയ അഭിഷേകാഗ്നി എപ്പിസോഡുകൾ കണ്ട് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജൂൺ 20-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അന്ന് രാവിലെ 11 മണിക്കുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമും ഞങ്ങൾ കണ്ടു. 11:40 ആയപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. 7 സ്കോറിന് വേണ്ടി പ്രാർത്ഥിച്ച എനിക്ക് 8.5 തന്നു ദൈവം. യേശുവേ, എത്ര 8?
8.5. ദൈവമേ, ഇത്രയും സ്കോർ ഞാൻ ആദ്യം കേട്ടോ. 6.5 ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, 7 കേട്ടിട്ടുണ്ട്, ഇത് 8.5. എത്ര വലിയ റിസൾട്ട് അത് ദൈവമേ. ശരിക്കും ഇവർക്ക് 8 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇവർക്ക് ഏതോ ഒരു പോയിന്റ് എന്ന് അവർ വിചാരിക്കുന്നുള്ളൂ. അത് IELTS എഴുതുന്നവർക്ക് ഈ 8ലും 8.5 ഒക്കെ ആയി കഴിയുമ്പോൾ ഗ്രേഡിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. അത്രയും അത്ഭുതം. ശരിക്കും ചെങ്കടലിൻ്റെ നടുവിൽ കൂടെ ദൈവജനത്തെ നടത്തിക്കൊണ്ട് പോയ അതേ കർത്താവ് ഈ കുടുംബത്തിൽ വന്ന് ഈ കുടുംബത്തെ അങ്ങോട്ട് അത്ഭുതമായി കൈപിടിച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് കടത്തി. 9ലാണ് ടോട്ടൽ സ്കോർ വരുന്നത് IELTS. ആകെ എത്ര മാക്സിമം പോയാൽ 9 കിട്ടുള്ളൂ. അതിൽ 8.5 ഈ കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്ത് ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. ആ കുട്ടിയുടെ സ്ഥിതി ഓർക്കണം. 6 തവണ എഴുതിയിട്ട് വളരെ എളുപ്പത്തിൽ എല്ലാം എഴുതി, എല്ലാം തോറ്റ് തുന്നം പാടി. എന്നാൽ 7ാമത്തെ തവണ അങ്ങനെ അഭിഷേകാഗ്നി. അപ്പം ഒരച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 7 തവണ അഭിഷേകാഗ്നി കാണുക, പിന്നെ ധൈര്യമായിട്ട് പോയി എഴുതുക, കർത്താവ് അവിടെ ഹോളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഈ മകൾ അത് അനുസരിച്ച് വിശ്വസിച്ച് അതേപോലെ കർത്താവ് അതിശയകരമായി പരീക്ഷ ഹോളിൽ നിന്നു അത്ഭുതം ചെയ്ത് അതിശയമായി മുന്നോട്ട് നടത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിച്ച് പാട്ട് പാടി ആരാധിക്കാം. കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവചനത്തിൽ 44 അധ്യായം 26 തിരുലിഖിതം, കർത്താവ് തൻ്റെ ദാസരുടെ വാക്ക് നടപ്പാക്കുകയും തൻ്റെ ദൂതരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യുന്നു. മർക്കോസിന് സുവിശേഷം 16 അധ്യായം 20 തിരുലിഖിതം, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. 2 കരങ്ങൾ ഉയർത്തി, ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ, ഓ അത്ഭുത ശക്തിയെ ഇപ്പോൾ ഇടപെടണമേ. കൈകൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ അത്ഭുത ശക്തിയെ, ഓ വിടുതൽ ശക്തിയെ, സർവജനത്തെയും അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തുന്നവനെ, പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധ ശക്തിയെ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കൈയടിച്ച് ആത്മാവേ തീയായി മാറാൻ എന്നെ ഭക്തിയെ അയക്കണമേ, ആത്മാവേ ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നെ ഭക്തിയെ അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ഉണർത്തണമേ. ആത്മാവേ എന്നിൽ നീ വിശ്വാസ പീഡകളിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ നീ വിശ്വാസക്രമം നിറയ്ക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സമൂഹങ്ങൾ ഉണരട്ടെ, ദേശം ഉണരട്ടെ, യുവജനങ്ങൾ ഉണരട്ടെ, ബാലികാ ബാലന്മാർ ഉണരട്ടെ, സർവ്വദേശത്തിന് മേൽ ഉണർവിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. സ്നേഹന്മാരെ നയിച്ചതുപോൽ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് ഞങ്ങളുടെ അത്ഭുത സാന്നിധ്യം നൽകണമേ. ഓരോ മക്കളെ ഉണർത്തണമേ, തളർന്നവരെ ശക്തിപ്പെടുത്തണമേ.
അന്ധകാരത്തിരിക്കുന്നവരെ തടവറകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷയുടെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പരിശുദ്ധാത്മാവേ, അത്ഭുത ശക്തി സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തോടെ ശക്തിയാ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയാ എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയാ എന്നെ അയക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയാ എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ദേശാന്തരങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കണമേ. ലക്ഷോപലക്ഷ മക്കളിലേക്ക് നിറയണമേ. കോടാനുകോടി മക്കളിലേക്ക് നിറയണമേ. എല്ലാ രാജ്യങ്ങളിലേക്ക് നിറയണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാ മക്കളും കൈകൾ ഉയർത്തി ആരാധിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ ഒന്നിക്കുന്ന ഒരു ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ക്ഷീണിതരെ ശക്തിപ്പെടുത്തണമേ. മുറിവേറ്റതിനെ വെച്ച് കെട്ടണമേ. തളർന്നതിനെ ബലപ്പെടുത്തണമേ. തകർന്നതിനെ വീണ്ടും പുനരുദ്ധരിക്കണമേ. രക്ഷ നൽകണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ. ബാലന്മാരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഓരോ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കണമേ. ഓരോ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ദുഃഖപീഠങ്ങളെ ഏറ്റെടുക്കണമേ. തളർന്ന മക്കളെ ഏറ്റെടുക്കണമേ. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ 3ഉം 4ഉം തിരുലിഖിതങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകൾക്കും പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ അത്യുന്നതമായ പരിശുദ്ധാത്മ അഭിഷേക ശക്തിയോടെ ദൈവരാജ്യത്തിൻ്റെ ദൂതന്മാർ ലോകത്തിൽ നാനായിടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലർക്ക് പരിഹാസം, ചിലർക്ക് പുച്ഛം, ചിലർക്ക് അവജ്ഞ, മറ്റു ചിലർ കോപാക്രാന്തരാകുന്നു. വേറെയും ചിലർ കലിപൂണ്ട് അവരെ വകവരുത്താൻ വേണ്ടി ഉദ്യമിക്കുന്നു. മതവൈരാഗ്യങ്ങൾ ചിലർക്കുണ്ടാകുന്നു. ഇങ്ങനെ ഒരു 100,000 തരത്തിലുള്ള എതിർ ചിന്തകൾ നിരവധി വ്യക്തികളെ വേട്ടയാടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക കാലഘട്ടങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുന്നില്ല? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 10 മുതൽ തിരുലിഖിതങ്ങൾ, യേശു സിനഗോഗിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതാ അവിടെ കൂനിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ അവിടെ കൂനി പിടിച്ച് വേദനിച്ചിരിക്കുമ്പോൾ യേശു അവളെ വിളിച്ച് സുഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് മോചിച്ചിരിക്കുന്നു. ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി സന്തോഷിച്ച് അവൻ്റെ പ്രവൃത്തികളിലും വചനങ്ങളിലും സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഒരു കൂട്ടം ആളുകളെ അവിടെ കാണാം. യേശുവിൽ കുറ്റം ആരോപിക്കുന്നു, യേശുവിനോട് കയ്പോടും വെറുപ്പോടും കലിയോടും കൂടെ പെരുമാറുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു. അവനെ അളക്കുന്നു, അവനെ വിധിക്കുന്നു, അവനെ കുറ്റം വിധിക്കുന്നു, അവൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നു. ഇങ്ങനെയുള്ള മറ്റൊരു കൂട്ടം ആളുകൾ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അതുപോലെയുള്ള സംഭവങ്ങൾ, ഇതുപോലുള്ള പ്രകൃതങ്ങൾ, ഇതുപോലുള്ള പൈശാചിക പീഡകൾ, ഇതുപോലുള്ള അവസ്ഥകൾ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും പലരെയും ഇത് പീഡിപ്പിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അനേകർക്ക് അവജ്ഞ, അനേകർക്ക് പുച്ഛം, നിന്ദ, പരിഹാസം, കോപം, കലി, വെറുപ്പ്, വൈരാഗ്യം, ഇങ്ങനെ ഒരു 100,000 പ്രയാസങ്ങൾ, പീഡകൾ, ആന്തരിക പീഡകൾ ജനത്തെ അലട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ആത്മാവ് നിത്യരക്ഷയുടെ മാർഗത്തിൽ നിന്ന് നിത്യനാശത്തിലേക്ക്, നാശത്തിൻ്റെ പാതയിലേക്ക് വഴുതി മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങൾ അറിയാൻ ഒരു മാനദണ്ഡമായിട്ട് ദൈവത്തിൻ്റെ വചനം കൊരിന്ത്യർ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന രക്ഷയുടെ ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന് ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ദേവൻ, ലോകത്തിൻ്റെ അരൂപി പിടിമുറുക്കിയിരിക്കുന്ന ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ഒരു തകർച്ചയാണ് ദൈവരാജ്യത്തിൻ്റെ ദൂതിനോട് മല്ലടിക്കുന്ന ഒരു പ്രകൃതം. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വചനപ്രഘോഷണങ്ങളിൽ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവരാജ്യത്തിൻ്റെ ദൂതുകൾ സ്വീകരിക്കാൻ പറ്റാത്ത വിധം ദൈവരാജ്യ സന്ദേശത്തോട്, വചനത്തോട് മല്ലടിക്കുന്ന ഒരു വിമത സ്വഭാവം എന്നിലും നിങ്ങളിലും പിടിമുറുക്കുന്നുണ്ടെങ്കിൽ പ്രിയ മക്കളെ അറിഞ്ഞുകൊള്ളുക, നമ്മുടെ ആത്മാവ് നാശത്തിൻ്റെ മാർഗത്തിലേക്ക് ഇതാ വഴുതി മാറി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ സ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ പ്രഘോഷിക്കുന്ന രക്ഷയുടെ ഈ ദൂത് ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ, അതിനോടൊരു തുറവി തോന്നുന്നില്ലെങ്കിൽ, അത് അടഞ്ഞതുപോലെ തോന്നുകയാണെങ്കിൽ നാശത്തിലേക്ക് ചരിക്കുന്നൊരു ജീവിതമാണത്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ 26-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ ഫെസ്തൂസ് എന്ന് പേരുള്ള ഒരു റോമ ഭരണാധികാരിയുടെ മുമ്പിൽ നിർത്തപ്പെടുന്ന രംഗം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഫെസ്തൂസിന്റെ മുമ്പിൽ ഒരുപാട് ജ്ഞാനത്തോടും ഒരുപാട് നിറവോടും പരിശുദ്ധാത്മ ശക്തിയോടും കൂടെ യേശുവിനെ കുറിച്ചും യേശുക്രിസ്തു രാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഫെസ്തൂസിനോട് പ്രസംഗിച്ചു. അവിടെ കൂടിയിരുന്നവരോട് പ്രസംഗിച്ചു. ഒരുപാട് പേര് അത് കേട്ടുകൊണ്ട് നിന്നു. ഫെസ്തൂസും അത് കേട്ടുകൊണ്ടിരുന്നു. നിയമജ്ഞന്മാർ അത് കേട്ടുകൊണ്ടിരുന്നു. ആ കൊട്ടാരത്തിലുള്ള സദസ്സിലുണ്ടായിരുന്നവരെല്ലാം അത് കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കുറിച്ചും തൻ്റെ ദൈവവിളിയെക്കുറിച്ചും വ്യക്തമായി സമൂഹത്തിൽ വെളിപ്പെടുത്തി. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം അതിൽ 23-ാം തിരുലിഖിതം, ക്രിസ്തു പീഡനം സഹിക്കണമെന്നും മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവരായി ജനത്തോടും വിജാതിയോടും പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നും പ്രവാചകന്മാരും മോശയും പ്രവചിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇതെല്ലാം പൗലോസ്ലീഹ വെളിപ്പെടുത്തി. ഇത് കേട്ടുകൊണ്ടിരുന്ന സദസ്യരിൽ പലരുടെ ഉള്ളിൽ ദൈവരാജ്യത്തെ ഒരു തുറവിയല്ല, പരിശുദ്ധാത്മാ പ്രചോദിതമായ ഒരു ആഹ്ലാദമല്ല വചനം ശ്രവിച്ചപ്പോൾ അവരിൽ ഉണ്ടായത്. 24-ാം വാക്യത്തിൽ പറയാണ്, അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫെസ്തൂസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പൗലോസ്, പൗലോസ്, നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. പൗലോസ്, പൗലോസ്, നീ ഭ്രാന്ത് പിടിച്ചവനായി മാറിയിരിക്കുന്നു. ഇതാണ് ഫെസ്തൂസ് ഉച്ചത്തിൽ സർവ്വജനങ്ങളും കേൾക്കെ വിളിച്ചു പറഞ്ഞത്. സ്വർഗരാജ്യത്തിന്റെ വചനമാണ് കേട്ടത്. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് കേട്ടത്. യേശുക്രിസ്തു എങ്ങനെ പൗലോസ്ലീഹയിൽ ഇടപെട്ടു എന്നതിനെ കുറിച്ചാണ് കേട്ടത്. അത് കേട്ടുകൊണ്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന സദസ്സിലെ നിരവധി വ്യക്തികളുടെ ഹൃദയം നുറുങ്ങി അവർ അനുദപിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഫെസ്തൂസിൽ ഉണ്ടായ പ്രതികരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഫെസ്തൂസ് പറയുകയാണ്, പൗലോസ്, നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പൗലോസ്, നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. പൗലോസിനെ കുറ്റം വിധിക്കുക, പൗലോസിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ഇകഴ്ത്തി സംസാരിക്കുക. ഒന്നുറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സഹോദരങ്ങളെ, പൗലോസ്ലീഹ അതിന് മറുപടി പറയുന്നുണ്ട്. 26-ാം അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ. പൗലോസ് പറഞ്ഞു, അഭിവന്ദ്യനായ ഫെസ്തൂസ്, ഞാൻ ഭ്രാന്തനല്ല, ഞാൻ സുബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. രാജാവിന് കാര്യങ്ങൾ അറിയാം. ഞാൻ അവനോട് തുറന്നു പറയുകയാണ്,
ഇവയിൽ ഒന്നുപോലും അവന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്തെന്നാൽ ഇത് ഒഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല. അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ലേ? പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ ആത്മാവ് ഹൃദയത്തെ മുട്ടി മുട്ടി വിളിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് ആ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് മുട്ടി കൃപയിലേക്ക്, രക്ഷയിലേക്ക് വിളിക്കുന്ന സമയം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചു പോയ ഒരു അന്തരീക്ഷത്തിലാണ് ഇതാ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഉടനെ തന്നെ അഗ്രിപ്പ രാജാവ് ചാടി എഴുന്നേറ്റു. അദ്ദേഹം ചോദിക്കുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 26-28, അഗ്രിപ്പ രാജാവ് അവനോട് ചോദിച്ചു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ പൗലോസ് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കുക, അദ്ദേഹത്തിന്റെ ചിന്ത മതപരിവർത്തനത്തെ കുറിച്ചാണ്. ദൈവവചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, സ്വർഗരാജ്യത്തിന്റെ ദൂതുകൾ വെളിപ്പെടുമ്പോൾ അനേകം വ്യക്തികൾ ഇതിനെ ഓരോ തരത്തിൽ തങ്ങളുടെ വിധത്തിൽ ചിന്തിച്ച് രക്ഷയിൽ നിന്നും തന്റെ ഹൃദയത്തെ അടച്ചു കളയുകയാണ്. അഗ്രിപ്പ ഇപ്പോൾ ചിന്തിക്കുന്നത് മതപരിവർത്തനത്തെ കുറിച്ചാണ്. തന്നെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടിയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. എന്നാൽ പൗലോസ്ലീഹായോട് വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു, എളുപ്പത്തിലാണോ കഷ്ടപ്പെട്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊരു കാര്യം അറിയാം, നീ മാത്രമല്ല എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിലൊഴികെ എല്ലാവരും എന്നെ പോലെ ആകണമെന്നാണ് എൻ്റെ ദൈവത്തോട് എൻ്റെ പ്രാർത്ഥന. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എല്ലാവരുടെ ആത്മാവ് രക്ഷ പ്രാപിച്ച് സ്വർഗത്തിൽ എത്തണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ശ്ലീഹ വെളിപ്പെടുത്തുകയാണ്. ഒന്നുറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന പ്രഘോഷണം നടക്കുമ്പോൾ നിരവധി വ്യക്തികളിൽ ഇതാ പുച്ഛം, പരിഹാസം, നിന്ദ, കുറ്റാരോപണം, വെറുപ്പ്, കലി, കൊല്ലാനുള്ള ആഗ്രഹം, ഇങ്ങനെയുള്ള പിശാചിന്റെ പീഡകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? അവർ നിത്യരക്ഷ പ്രാപിക്കരുത്, അവരുടെ മാനസാന്തരം വഴി രക്ഷ പ്രാപിക്കേണ്ട മറ്റു ആത്മാക്കൾ രക്ഷ പ്രാപിക്കരുത്. അതിനുവേണ്ടി നരകത്തിന്റെ പീഡ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ മറ്റൊരു രംഗം, അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 48-49 തിരുലിഖിതങ്ങൾ. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം അവരോട് ചേർന്നുകൊണ്ടേയിരുന്നു. ആ നാട്ടിലെങ്ങും ദൈവവചനം വ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രചോദിതമായ ആഹ്ലാദത്തോടെ വചനം സ്വീകരിക്കുന്നവരുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം, വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മ പ്രചോദിതമായ ആഹ്ലാദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. ശ്ലീഹ ജനങ്ങൾ വചനം സ്വീകരിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ, ഒരു അത്ഭുതം സംഭവിക്കുമ്പോൾ, ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുമ്പോൾ, ഒരു വിശുദ്ധ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധാത്മ പ്രചോദിതമായ ഭക്തിയോടെ, പരിശുദ്ധാത്മ പ്രചോദിതമായ ദൈവഭയത്തോടെ, പരിശുദ്ധാത്മ പ്രചോദിത ആഹ്ലാദത്തോടെ നിത്യജീവന്റെ ശുശ്രൂഷകളെ സ്വീകരിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്. അവർ നിത്യജീവന്റെ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതേ സമയം തന്നെ വചനം കേൾക്കുമ്പോൾ ഈ ഫെസ്തുസും ഈ അഗ്രിപ്പയും മല്ലടിച്ചതുപോലെ ദൈവത്തോടും പരിശുദ്ധാത്മാവോടും മല്ലടിക്കുന്ന അനേകം ആളുകൾ ഇന്നുമുണ്ട് എന്നുള്ളത് സത്യമാണ്. അവരെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 51-ാം വാക്യം കൃത്യമായി പ്രഖ്യാപിക്കുന്നു. ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, മർക്കട മുഷ്ടികളെ, നിങ്ങൾ പരിശുദ്ധാത്മാവോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങളാൽ പീഡിപ്പിക്കപ്പെടാത്തവരായി ഏത് പ്രവാചകനുണ്ട്? ഉറക്കെ പറയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ഞാനും നിങ്ങൾ ചിന്തിക്കണം, എന്താണ് നമ്മുടെ ഉള്ളിലെ സ്ഥിതി, എന്താണ് നമ്മുടെ ഉള്ളിലെ മനോഭാവം? ഒരു ദൈവരാജ്യ ശുശ്രൂഷ, ഒരു വിശുദ്ധ കൂദാശ, ദേവാലയ കർമ്മങ്ങൾ, സന്ധ്യാപ്രാർത്ഥന, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകർ, ഇവരോടുള്ള ഹൃദയത്തുറവി ഇന്ന് ഈ നിമിഷം എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ പോലും അറിയാത്ത വിധം എൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിച്ച് ദൈവത്തോടും ദൈവരാജ്യ രഹസ്യങ്ങളോടും മല്ലടിക്കുന്ന വിധം ഹൃദയം അടഞ്ഞു പോയി, നിത്യജീവൻ്റെ വചനത്തോട് അടഞ്ഞ വിധമുള്ളൊരു ഹൃദയമായി എൻ്റെ ഹൃദയം രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ പിതാവേ, ഇപ്പോൾ പരിശുദ്ധാത്മാവൻ അയച്ച് എൻ്റെ ഉള്ളിൽ അഗ്നി ജ്വലിപ്പിച്ച് എന്നെ തീ പിടിപ്പിച്ച് എന്നെ വീണ്ടും സാക്ഷിയാക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, ഓരോ മക്കളെ സ്പർശിക്കണമേ.
ദൈവത്തിൽ നിന്നും അകന്നുപോയി, ദൈവവചനത്തിൽ നിന്ന് വേർപെട്ട് നിരവധി പല പുസ്തകങ്ങൾ വായിച്ച്, പല പ്രസംഗങ്ങൾ കേട്ട്, പല കൂട്ടുകെട്ടുകൾ കൂട്ടുകൂടി, പല വഴികളിലൂടെ നടന്ന് പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയി, വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയി, സഭയിൽ നിന്ന് വിട്ടുപോയി, കൂദാശകളിൽ നിന്ന് വിട്ടുപോയി, ദൈവത്തിൽ നിന്ന് വിട്ടുപോയി, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോയി, ദൈവിക സന്തോഷം അകന്നുപോയി. അങ്ങനെ തളർന്ന മക്കളെ, അങ്ങനെ സാത്താൻ കബളിപ്പിച്ചിട്ടുള്ള മക്കളെ, പിശാച് കെട്ടിയിട്ടുള്ള മക്കളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു വിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിടുതലിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിടുതലിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. സാത്താന്യ പീഡകളിൽ നിന്നും, ദുരാത്മബാധകളിൽ നിന്നും, അന്ധകാര പീഡകളിൽ നിന്നും കുടുംബങ്ങളും വംശങ്ങളും സമൂഹങ്ങളും സ്ഥാപനങ്ങളും യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്തോസ് 4-3 തിരുലിഖിതം. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും മുട്ടിന്മേൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ യേശുവിനെ വിളിച്ച് വിടുതലിന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു